വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാം ആണ് സീടെറ്റ് എന്ന് പറയുന്നത്. അധ്യാപക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ സീടെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു അറൗണ്ട് 30 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ 30 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ 30 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ പലർക്കും സംശയം ഉണ്ടാവും. പലരും പഠനം ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ഇനി ആകെ ഒരു മാസമേ ഉള്ളൂ, ഇനി ഞാൻ പഠിച്ചെത്തില്ല, അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 30 ദിവസം കൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പഠനം തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് കൂടുതൽ റിവിഷൻസിനുള്ള സമയം കിട്ടി, അതുപോലെ തന്നെ കൂടുതലായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ 30 ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. കാരണം ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവ പഠിച്ചു പോയി കൂടുതൽ റിവിഷൻസ് ചെയ്ത് മോഡൽ എക്സാമുകൾ എഴുതി ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ ടോപ്പിക്കും പഠിച്ചു പോയി അങ്ങനെ നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം ഇനിയില്ല. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്ത് മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സീടെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BEd DLEd ഒക്കെ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ടെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഡെയിലി വേജസ് ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടെറ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ടെറ്റ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, അല്ലാത്തവർക്ക് അവിടെ ജോലി സാധ്യതകൾ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ കീഴിൽ നടക്കുന്ന എക്സാമുകൾ, അതായത് LPSA, UPSA, അതുപോലെ സെൻട്രൽ ഗവൺമെന്റിലും ടീച്ചിങ് എക്സാമുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായേ മതിയാവും. ഇനി അടുത്ത തവണ പഠിക്കാം, ഇത്തവണ പോവട്ടെ എന്ന് അങ്ങനെ രീതിയിൽ ഇരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സീടെറ്റ് എക്സാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സീടെറ്റ് എക്സാം ഇയർലി ട്വൈസ് നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എക്സാം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇനി സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത്. ഇനി അതിനുശേഷം ഒരു ഡിസംബറിൽ ഒരു എക്സാം ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നോർമലി ഇയർലി 2 എക്സാം ഉണ്ടാവാറുണ്ട്, പക്ഷെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് എത്രയും നേരത്തെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം KVയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, കേന്ദ്രീയ വിദ്യാലയയിലുള്ള ടീച്ചേഴ്സിൻ്റെ വേക്കൻസി പോസ്റ്റുകളൊക്കെ അതൊക്കെ വരുന്ന സമയത്ത് സീടെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സീടെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി PRT TGT പോസ്റ്റുകളിലേക്ക്. ഈ PRT എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചർ പോസ്റ്റ് ആണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് നമ്മൾ PRTs എന്ന് പറയുന്നത്. അതുപോലെ TGT പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സീടെറ്റ് നിർബന്ധമാണ്. PGTക്ക് മാത്രമാണ് നിലവിൽ സീടെറ്റ് വേണ്ട, അല്ലെങ്കിൽ അതിലൊരു എക്സംഷൻ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും സീടെറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീടെറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ വർഷ അവസാനമൊക്കെ ആയിട്ട് KVയുടെ, നവോദയ വിദ്യാലയാസിൻ്റെ, അതുപോലെ തന്നെ ഏകലവ്യ സ്കൂൾസ്, RRBയുടെ അണ്ടറിലുള്ള സ്കൂളുകൾ, അതിലൊക്കെ വേക്കൻസീസ് വരും. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സീടെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സീടെറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ സീടെറ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എക്സാമിൻ്റെ പ്രൊസീജിയർ കഴിയുമ്പോഴത്തേനും ക്വാളിഫൈ ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. സീടെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് പഠിക്കണം. ഇനിയും നമ്മുടെ കയ്യിൽ ഒരു മാസമുണ്ട്. ആ ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം സീടെറ്റ് പേപ്പർ 1, പേപ്പർ 2 അങ്ങനെ 2 കാറ്റഗറിയിലായിട്ടാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സീടെറ്റ് പേപ്പർ 1 എന്ന് പറയുന്നത് DLEd +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അവർക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഡെപ്തിലോട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്
അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ 100% എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ച് തീർക്കാനും റിവൈസ് ചെയ്യാനുമുള്ള സമയമൊക്കെ കിട്ടും. പക്ഷേ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റി വെക്കരുത്. ഇനി സീറ്റഡ് പേപ്പർ 2 വരുമ്പോൾ പേപ്പർ 1ന്റെ അത്ര സിമ്പിൾ അല്ല പേപ്പർ 2 എന്ന് പറയുന്നത്. കുറച്ചധികം കണ്ടൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ ആയാലും സോഷ്യൽ സയൻസ് ആയാലും അതിനകത്ത് കുറച്ച് ഡെപ്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിൽ, അതായത് ഫെബ്രുവരിയിൽ നടന്ന എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. മുൻപത്തേതുപോലെ നമുക്ക് കുറച്ച് PYQs പഠിച്ച് എക്സാം ക്വാളിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺസെപ്റ്റുകൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുകയും വേണം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 150 മാർക്കിനാണ് എക്സാം വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്ത് എത്തണമെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്ഥിരമായി റിവൈസ് ചെയ്ത് മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് എക്സാം എഴുതി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. 30 ദിവസം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള ടൈം നമുക്ക് കിട്ടും. പക്ഷേ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. എങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ ഇനി ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെച്ച് വേണ്ടി വരും. നമ്മൾ പഠിക്കാനായിട്ട് കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും. കാരണം 30 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു 30 ഡേയ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓരോ ദിവസവും നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. കാരണം ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ടൈം എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. കാരണം 30 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ്, EVS, സൈക്കോളജി, മാത്സ്, മലയാളം, ഇത് സീറ്ററ്റ് പേപ്പർ 1ന്റെ ടൈം ടേബിൾ ആണ്. അപ്പോൾ അതിലെ ഓരോ ടോപ്പിക്ക് വീതം നമ്മൾ പഠിക്കാൻ തരുന്നു. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിത് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും Day 1, Day 2, Day 3 അങ്ങനെ 6 ഡേയ്സ് കഴിയുമ്പോൾ 7th ഡേ എന്ന് പറയുന്ന റിവിഷൻ ആണ്. അപ്പം അന്ന് നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ച ടോപ്പിക്സ് എല്ലാം നമ്മൾ റിവൈസ് ചെയ്യും. അന്നൊരു റിവിഷൻ എക്സാമും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ റിവിഷൻ എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ടോ, എവിടേക്കാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മളൊരു 1 വീക്ക് കൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് 14th ഡേ ആവുമ്പോൾ നമ്മൾ ഈ 14 ഡേയ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആയിരിക്കും റിവിഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒരു തവണയും കൂടെ റിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം പഠിച്ച ടോപ്പിക്കുകൾ രണ്ടാമത്തെ തവണയായിരിക്കും നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് PDF നോട്ടുകളും കിട്ടും. ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മോഡൽ എക്സാമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം എങ്ങനെയാണോ ഒരു സീറ്ററ്റിൻ്റെ എക്സാം, നമുക്കറിയാം 150 മാർക്കിനാണ് വരുന്നത്. അപ്പം ആ 150 മാർക്കിനുള്ള എക്സാമുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മോഡൽ എക്സാം എഴുതുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം പഠിച്ചു, പക്ഷേ എഴുതാൻ പോകുന്ന ആദ്യമായിട്ട് എഴുതുന്നത് ഈ ഒരു എക്സാക്റ്റ്, അതായത് നമ്മുടെ റിയൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട്. OMRൽ മിസ്റ്റേക്സ് വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഡൽ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് വീണ്ടും എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. മെൻറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കുറച്ച് ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ടെറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നാളത്തേക്കാവട്ടെ എന്ന് കരുതി മാറ്റി വെക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് പഠിക്കുക. ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോടുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്